ഹലോ ഗൈസ്, ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റ് ചിക്കൻ. ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് രണ്ട് കൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് മൂന്നാമത്തെ കൈസാണ്. ഒരു കൈസ് തുടങ്ങിയാലേ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റീംഡ് ചിക്കൻ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഞാനൊരു 8 പീസാക്കിയിട്ടായിരുന്നു ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ചിക്കനിന് നല്ലപോലെ കത്തി വെച്ചിട്ട് നല്ലപോലെ അത് വര ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ പുരട്ടുന്ന മസാല അതിലോട്ട് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് 2 സ്പൂണ് വിനാഗിരി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇവ ആഡ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ഈ ചിക്കൻ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരു 4-5 ഗ്ലാസ്സൊക്കെ ഞാൻ ഏകദേശം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ചിക്കൻ ഫുള്ള് എടുത്തിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിനകത്തോട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അതിൽ അത് ഒന്ന് നേരം കിടക്കട്ടെ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒരു സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടി ആദ്യം തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഫ്രൈഡ് ചില്ലി ഫ്രഷ് ചെയ്തിട്ടുള്ളത്, പിന്നെ മാഗി ക്യൂബ് എന്നിവയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ചേർക്കേണ്ട പൊടികളാണ്. അതിൽ പൊടികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ചിക്കൻ മസാല, തന്തൂർ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട്. മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും മന്തി മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് പുറമെ കുറച്ച് കരിവേപ്പിൻ്റെയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇൻഫാക്ട് ഞാൻ ഇതിനകത്ത് ഉപ്പിടാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. എന്നിട്ട് ഈ സാധനം മൊത്തം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. നമ്മൾ മാഗി ക്യൂബ് നല്ലപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും നല്ലപോലെ മിക്സ് ആവുള്ള എല്ലാ ഭാഗത്തോട്ടും. അതിനുശേഷം എനിക്ക് തോന്നി കുറച്ചൊന്ന് കുഴമ്പാക്കണം തോന്നിയത് കൊണ്ടാണ് പിന്നീട് ഞാനിതിലോട്ട് വീണ്ടും തൈര് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കുഴമ്പ് രൂപത്തിലായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വിനാഗിരിക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ചിക്കൻ എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തിളച്ച എണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഭയങ്കര എന്താ പറയുക, കല്ലിച്ച രീതിയിൽ പൊരിക്കേണ്ട കേസില്ല, ഇല്ലാത്ത രീതിയിൽ പൊരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ പീസസും നമുക്ക് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഫസ്റ്റിലൊക്കെ ഞാനൊരു പീസാണ് പൊരിച്ചെടുത്തത്. പിന്നെ എനിക്ക് തോന്നി വെറുതെ എന്തിനാണ് നമ്മൾ സമയം കളയണമെന്ന്. അങ്ങനെ ഞാൻ പിന്നീട് 1-2 പീസൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു അടിയിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എഴുതി ഇട്ടേക്കാം. അപ്പോൾ അതുപോലെ ചേർത്താൽ മതി. ഇന്ന സമയത്ത് ഇന്ന ചേർക്കണമെന്നൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് നമുക്ക് എല്ലാം ആഡ് ചെയ്തിട്ട് ചേർത്ത് പൊരിച്ചെടുത്താൽ മതി, സെറ്റാക്കിയാൽ മതി. അപ്പോൾ അതിലൊന്നും ആരും ടെൻഷൻ അടിക്കണം. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയി എന്ന് വിചാരിച്ച് ടെൻഷൻ ആവേണ്ട കേസില്ല. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ചിക്കനും നമുക്കൊന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കനിൽ മുഴുവൻ ഒന്ന് ചൂടാറാൻ വെക്കണം. കാരണം നമുക്ക് എണ്ണയിൽ നിർത്തല്ല, അപ്പോൾ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ പീസസും പൊരിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ഈ മസാല ഗ്രേവി നമുക്ക് ഇതിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് അതാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തോട്ടും നമ്മൾ അതിൽ വരയിട്ട എല്ലാ പോർഷനും ഭാഗത്തോട്ടൊക്കെ നമ്മൾ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എല്ലാ പീസസും നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇത് ഒന്നും ഞാൻ കണ്ടുപിടിച്ച റെസിപ്പീസ് അല്ല, അതൊക്കെ യൂട്യൂബിനകത്ത് ഞാൻ വേറെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു, പർദിസ ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കൊരു ഫേസ് കയറിയിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പീസസും നല്ലപോലെ മസാല ചേർത്ത് സെറ്റാക്കി വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്ന ചിക്കത്തിലുള്ളത് കേട്ടോ. നല്ലപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ. ചെറിയൊരു നാരങ്ങ പീസും വെച്ച് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോസിൽ കണ്ടിരുന്നു, അരിപ്പപാത്രമാണ്. ഇഡ്ഡലിക്കകത്തിൽ കടയിലുണ്ടാകുന്ന അരിപ്പപാത്രം ഇല്ല, നൂൽപുട്ടിൻ്റെ അച്ചിനകത്ത് അങ്ങനത്തെ പാത്രമായിരുന്നു വെച്ചത്. പക്ഷേ എനിക്കെന്തോ അത് നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി മുഴുവൻ ഇതായി പോകില്ലേ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തില്ല. ഞാൻ സെൻറ്ററിലൊരു ഹോളിൽ മാത്രം എടുത്തോളൂ. പക്ഷേ എനിക്ക് പിന്നീട് തോന്നി ആ സെൻറ്ററത്തെ ഹോളും വേണ്ടിയിരുന്നു. കാരണം നമ്മൾ അതിന് ഉണ്ടാക്കിയ ഗ്രേവി, അതിൻ്റെ ടേസ്റ്റ്ഫുള്ള ഗ്രേവിക്കകത്ത് അത് മൊത്തം ഇറങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ നല്ലത്. പിന്നെ ഇതിപ്പോൾ ഞാൻ എന്താ ഇട്ടാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതൊരു ലുക്കിൽ കുറച്ച് കറുത്ത എള്ള് ചേർത്തതായിരുന്നു കേട്ടോ. വൈറ്റ് എള്ളാണ് സാധാരണ ഞാൻ വീഡിയോയൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എടുത്ത് ബ്ലാക്ക് എള്ളായിരുന്നു. അങ്ങനെ നമ്മളെല്ലാ പീസും ഞാനിങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ ഉപയോഗിക്കുന്നത് നെയ്ച്ചോറായിരുന്നു കേട്ടോ. ഉച്ചത്തെ സമയമായിരുന്നു കൊണ്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഹൈജിന് കൊടുക്കുന്നതാണ്. എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് അവൻ തന്നെയാണ് കേട്ടോ. അപ്പം നല്ലതാണെന്നൊക്കെ പറഞ്ഞത് കഴിഞ്ഞ് ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു. നെയ്ച്ചോറും ചിക്കൻ സ്റ്റീം റോസ്റ്റും കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും കൂടെയാണ് ഈ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു ടുമോറോ.